welcome back to my channel. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് how to prevent split ends and how to cut split ends. അപ്പോൾ നമ്മൾ എന്ത് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് മുടിനെ രണ്ട് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്ത പകുതി മുടിനെ നമുക്ക് ഒന്നുകൂടി ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഹെയറിനെ പ്രോപ്പർ ആയിട്ട് ട്വിസ്റ്റ് ചെയ്യാം. അപ്പോൾ ടോപ്പ് ടു ബോട്ടം വരെയും നമ്മൾ ഹെയറിനെ ട്വിസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഇങ്ങനെ പൊന്തി നിൽക്കും. അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് എൻഡ്സിനെ ട്രിം ചെയ്യുന്നത് വളരെ ഈസി ആയിരിക്കും. ഈ മെത്തേഡ് തന്നെ നമ്മൾ എല്ലാ പോർഷനും ഫോളോ ചെയ്യണം. നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം why do split ends occur. മുടിൻ്റെ തുമ്പത്ത് എപ്പോഴാണ് സ്പ്ലിറ്റ് എൻഡ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ മുടി ഡ്രൈ ഫ്രിഡ്ജി ആയിരിക്കുമ്പോൾ സ്പ്ലിറ്റ് എൻഡ്സ് വരുന്ന ചാൻസസ് ഉണ്ട്. പിന്നെ നമ്മൾ ഹെയർ കെയർ ടെക്നിക്സ് യൂസ് ചെയ്യുമ്പോൾ, അതായത് ബ്ലോ ഡ്രൈയിങ്, നമ്മൾ ഹെയർ ഡ്രയർ യൂസ് ചെയ്തിട്ട് നമ്മൾ മുടി ഉണക്കാൻ നോക്കും. സ്ട്രെയിറ്റനിങ് ചെയ്യാനും കേർലിംഗ് ചെയ്യാനും നമ്മൾ ഈ ടെക്നിക്സ് യൂസ് ചെയ്യും. അപ്പോൾ അതിനെ കൊണ്ട് സ്പ്ലിറ്റ് എൻഡ്സ് വരും. ഫിസിക്കൽ ഡാമേജ് ആണ്. നമ്മൾ കുളിച്ചിട്ടായതിൻ്റെ ശേഷം മുടി നനഞ്ഞിരിക്കും. അപ്പോൾ മുടി നാച്ചുറലായിട്ട് 30% സ്ട്രെച്ചപ്പ് ആവും. നനഞ്ഞിരിക്കുന്ന മുടിനെ നമ്മൾ ഒരിക്കലും കോംബ് ചെയ്യരുത്. കോംബ് ചെയ്താൽ നമ്മളുടെ മുടി 30% കൂടുതൽ സ്ട്രെച്ചപ്പ് ആവും. അപ്പോൾ അതിനെ കൊണ്ട് സ്പ്ലിറ്റ് എൻഡ്സ് വരുന്ന ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ്, അൾട്രാവയലറ്റ് ഡാമേജ്. അതായത് നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മളുടെ ഹെയർ സണ്ണിക്ക് എക്സ്പോസ്ഡ് ആണ്. നമ്മളുടെ മുടിയിലുള്ള പ്രോട്ടീൻ നമ്മളുടെ ഹെയർക്ക് വേണ്ടിയ സ്ട്രെങ്ത് ആൻഡ് ഷൈൻ നൽകും. എപ്പോൾ നമ്മളുടെ മുടി സണ്ണിക്ക് എക്സ്പോസ്ഡ് ആണോ അപ്പോൾ നമ്മളുടെ മുടി ഡ്രൈ ആൻഡ് വീക്ക് ആയി പോവും, ബ്രിട്ടൽ ആയി പോവും. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ഹെയർ കളർ, നാച്ചുറൽ ഹെയർ ഷൈൻ പോയി പോവും. നമ്മളുടെ മുടി ഒത്തിരി വെയിലത്ത് എക്സ്പോസ്ഡ് ആകുമ്പോൾ നമ്മളുടെ മുടിയിലുള്ള പ്രോട്ടീൻസ് ആൻഡ് കെരാറ്റിൻ ബോൺസ് ഡാമേജ്ഡ് ആയി പോവും. അപ്പോൾ അതിനെ കൊണ്ട് സ്പ്ലിറ്റ് എൻഡ്സ് വരും. അപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ ആയത്ര നമ്മളുടെ മുടിനെ കവർ ചെയ്യാൻ നോക്കണം. നെക്സ്റ്റ്, കെമിക്കൽ ഡാമേജ്. അതായത് നമ്മൾ മുടി കളർ ചെയ്യും, ഹെയർ കളർ ചെയ്യും, ഹെയർക്ക് ഡൈ അടിക്കും. അപ്പോൾ ഇതിനെ കൊണ്ട് നമ്മളുടെ ഹെയർ ഒത്തിരി ഡാമേജ്ഡ് ആവാൻ ചാൻസസ് ഉണ്ട്. അതിലൊക്കെ ഉള്ളത് കെമിക്കൽസ് ആണ്. അപ്പോൾ നമ്മളുടെ മുടിക്ക് അത് ഹാനികരമാണ്. അപ്പോൾ ഇതിനെ കൊണ്ട് നമ്മളുടെ മുടിയിൽ സ്പ്ലിറ്റ് എൻഡ്സ് വരാൻ ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ്, ന്യൂട്രീഷണൽ ഡാമേജ്. ഇൻടേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിങ്ക്, അയൺ ആൻഡ് പ്രോട്ടീൻ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കണം. എപ്പോൾ നമ്മൾ നമ്മുടെ ബോഡിയിൽ സിങ്ക്, അയൺ, പ്രോട്ടീൻസ് ഇങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ കുറഞ്ഞു പോവും. അപ്പോൾ നമ്മളുടെ ഹെയർ ഫോൾ ഉണ്ടാവും, ഹെയർ ഡാമേജ്ഡ് ആയിപ്പോൾ സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ റീസൺ ആണ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഇൻടേക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ സ്പ്ലിറ്റ് എൻഡ്സ് ട്രിം ചെയ്ത് കഴിഞ്ഞു. കണ്ടില്ലേ, ഇപ്പോൾ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ കുറവായിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഹെയർ ഓയിലിംഗ് ആണ്. അപ്പോൾ ഹെയർ ഓയിൽ നമുക്ക് ഹെയർ സ്ട്രാൻഡ്സിലോട്ടും മുടിക്കും അപ്ലൈ ചെയ്ത് കൊടുക്കാം. മന്ത്ലി വൺസ് സ്പ്ലിറ്റ് എൻഡ്സ് ട്രിം ചെയ്യാം. ഈ മെത്തഡ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നല്ല ഹെയർ ഗ്രോത്ത് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ ഫ്രണ്ട്, ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.